10% ക്രിസ്ത്യാനികളുണ്ട് എന്നുള്ള ഈ നുണ പറഞ്ഞുകൊണ്ട്, കള്ളക്കണക്ക് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ വഞ്ചിക്കേണ്ട കാര്യമുണ്ടോ? സത്യം പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ വിൻസെൻ്റ് മിണ്ടാതിരിക്കട്ടെ, ഒരു പ്രശ്നമില്ല. എത്രയോ പേര് മിണ്ടാതിരിക്കും, ഇതൊക്കെ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ വിൻസെൻ്റും പെടും, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ നുണ പറഞ്ഞുകൊണ്ട്, കള്ളക്കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ വഞ്ചിക്കേണ്ട കാര്യമുണ്ടോ? പലസ്തീനിൽ ക്രൈസ്തവർ വംശഹത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, വംശീയ ഉന്മൂലനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് പോയാൽ 50 കൊല്ലമൊന്നും വേണ്ട, അതിനു മുമ്പ് തന്നെ പലസ്തീനിൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന വിഭാഗം മരുന്നിന് പോലും ഇല്ലാത്തൊരു സ്ഥിതി വരും. അത്ര അപകടകരമായൊരവസ്ഥയിൽ അവിടുത്തെ ക്രിസ്ത്യാനികൾ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ചർച്ച ചെയ്യാനേ പാടില്ല എന്നുദ്ദേശിക്കുന്ന മുസ്ലിം നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. കാരണം അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ വിഷയം ചർച്ചയായിട്ട് വന്നു കഴിയുമ്പോൾ അത് അവരുടെ ഇന്നത്തെ ഇവിടുത്തെ കേരളത്തിലെ പല മുസ്ലിം നേതാക്കന്മാരും അവരുദ്ദേശിക്കുന്ന പല ലക്ഷ്യങ്ങൾക്കും അത് തടസ്സമായിട്ട് വരും.